MLA ഉമാ തോമസിന് അപകടത്തിൽ പരിക്കേറ്റ സംഭവത്തിൽ കൂടുതൽ അറസ്റ്റിനൊരുങ്ങുകയാണ് പോലീസ്. ഇവന്റ് മാനേജ്മെന്റ്, സ്റ്റേജ് കരാർ ജീവനക്കാർ എന്നിവരെ ഇന്നും ചോദ്യം ചെയ്യും. നൃത്തപരിപാടിയിലെ പണപ്പിരിവിൽ പോലീസ് മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. നടി ദിവ്യ ഉണ്ണി, നടൻ സിജോയ് വർഗീസ് എന്നിവർക്ക് മൃദംഗ വിഷനുമായുള്ള ബന്ധം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കേസിൽ അറസ്റ്റിലായ 3 പ്രതികൾക്ക് ഇന്നലെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. വെന്റിലേറ്ററിൽ കഴിയുന്ന ഉമാ തോമസ് MLAയുടെ നില ഗുരുതരമായി തുടരുകയാണ്. നിതിൻ സേവ്യർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ, ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറസ്റ്റിലായ 3 പേർക്ക് ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. പക്ഷേ ഇനിയും അന്വേഷണം അതിന്റെ വഴിക്ക് തന്നെ പോവുകയാണ്. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നു. അത് ഇവന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടും സംഘാടകരുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ആളുകളെ ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നുണ്ട്. എന്തായാലും കൂടുതൽ നടപടികൾ, കൂടുതൽ അറസ്റ്റുകളൊക്കെ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉമാ തോമസിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എപ്പോഴത്തേക്ക് ലഭ്യമാകും നിതിൻ? ജിൽസി, ഓസ്കാർ ഇവന്റ്സ് മാനേജർ കൃഷ്ണകുമാർ, മൃദംഗവിഷൻ CEO ഷമീർ അബ്ദുൽ കരീം, ഒപ്പം ഈ സ്റ്റേജ് നിർമ്മിച്ച ബെന്നി എന്നിവർക്കാണ് ഇന്നലെ ഇടക്കാല ജാമ്യം നൽകിയത്. ഈ ജനുവരി 3-ാം തീയതി ഇവരുടെ ജാമ്യാപേക്ഷ വീണ്ടും കോടതി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും കൂടുതൽ അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ നടപടിയിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട്, ഈ സംഘാടകരുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും. ഇവരുടെ അറസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ പോലീസ് രേഖപ്പെടുത്തും. ഒപ്പം തന്നെ ഈ നികോഷ് കുമാർ, ഈ 2 ഉടമസ്ഥർ, ഓസ്കാർ ഇവന്റ്സിൻ്റെ ഉടമസ്ഥനായ ജനീഷും ഒപ്പം മൃദംഗവിഷൻ്റെ ഉടമസ്ഥനായ നികോഷ് കുമാറിനെയും കീഴടങ്ങാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. നാളെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണമെന്നാണ് ഇവർക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരെയും പിടികൂടിയ ശേഷം കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കിടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ ഇന്നലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുടെ മൊഴി എടുത്തിരുന്നു. വലിയ തോതിലുള്ള പണപ്പിരിവ് ഈ പരിപാടിയിൽ നടന്നിട്ടുണ്ടെന്ന് പോലീസിന് ബോധ്യമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിൽ കടക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ ഈ രക്ഷിതാക്കളുടെ മൊഴി പോലീസ് എടുത്തത്. ഈ 4 കോടിയിലധികം രൂപ രജിസ്ട്രേഷൻ ഇനത്തിൽ, ഒപ്പം തന്നെ ഈ സാരി കൊടുത്ത ഇനത്തിൽ 1 കോടിയിലധികം രൂപ ഈ സംഘാടകർക്ക് ലാഭമായി മാത്രം ലഭിച്ചിട്ടുണ്ട്. കല്യാൺ സിൽക്സ് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണ കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. 390 രൂപയ്ക്കാണ് 12,500 സാരികൾ തങ്ങൾ നൽകിയതെന്നും 1,600 രൂപയ്ക്ക് ഇത് സംഘാടകർ നൽകിയ കാര്യം തങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നും, വാണിജ്യ ഇടപാട് മാത്രമാണ് ഈ സംഘാടകരുമായി അല്ലെങ്കിൽ മൃദംഗവിഷനുമായി ഉള്ളതുമെന്ന് കഴിഞ്ഞ ദിവസം കല്യാൺ സിൽക്സും വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്നുണ്ടോ, ബിനാമി ഇടപാടുകൾ നടത്തുന്നുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഏതായാലും പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നടി ദിവ്യ ഉണ്ണി, നടൻ സിജോയ് വർഗീസ് എന്നിവർക്ക് മൃദംഗവിഷനുമായുള്ള ബന്ധം പോലീസ് പരിശോധിക്കും. ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ, ഇവരുമായി എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. ഏതായാലും ജാമ്യമില്ലാത്ത വകുപ്പുകളടക്കം കഴിഞ്ഞ ദിവസം കൂട്ടിച്ചേർത്തതോടെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകാനാണ് പോലീസ് ഒരുങ്ങുന്നത്. ഉമാ തോമസ് MLA നിലവിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് അല്പസമയത്തിന് മുമ്പ് മെഡിക്കൽ ബോർഡ് യോഗം ചേരും. അതിനുശേഷം ഈ ആരോഗ്യ വിവരം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഡോക്ടർമാർ നമ്മളോട് പറയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജിൽസി.